കാത്തിരിപ്പാണ് ചിലരുടെ ജീവിതം എന്ന് ഇങ്ങനത്തെ ഒരു യഥാർത്ഥ ലൈഫുള്ള കുറെ ആൾക്കാർ സംസാരിക്കുന്ന കേട്ടപ്പോഴാണ് മനസ്സിലായത്. നമ്മളെപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണ് ഒരു അർത്ഥമുള്ളത്? ദേവദൂതൻ സിനിമയ്ക്കകത്തില് നിഖിൽ മഹേശ്വറിനെ കാത്തിരിക്കുന്ന അലീന ഇല്ലേ, ഞാൻ ആ മൂവിയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയൊന്നും ആരും കാത്തിരിക്കത്തില്ല. ചിലപ്പോൾ ചിലരൊക്കെ ജീവനോടെ ഉണ്ട്, എവിടെയെങ്കിലും സമാധാനത്തോടെ ഇരിക്കുമായിരിക്കും. ചിലതൊക്കെ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് കേട്ടിട്ടില്ലേ ചിത്ര? ഞാൻ അടുത്തിടയ്ക്ക് ഒരു കോട്ട് കേട്ടൊരു കാര്യമാണ്, കാത്തിരിപ്പ് അവസാനിക്കുന്നിടത്താണ് ശരിക്കും വേദനയുള്ളതെന്ന്. എന്നുവെച്ചാൽ നമുക്ക് ഒരു കാത്തിരിപ്പ് ഉണ്ടാവുന്ന ഒരു സമയത്ത് കാത്തിരിക്കുന്നത് ഒരു സുഖമാണ്, പക്ഷെ ആ കാത്തിരിപ്പ് അവസാനിച്ച് കഴിഞ്ഞു എന്നറിയുമ്പോൾ അപ്പോഴാണ് ശരിക്കും ഉള്ളൊരു വേദന ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഉണ്ടോ ശരിക്കും? കാത്തിരിപ്പ് അവസാനിക്കുന്നിടത്ത് നമുക്ക് എന്താ പറയാ, പിന്നെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വേദന ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ വേദന ഉണ്ടാവും. കാരണം നമ്മൾ കാത്തിരിക്കുന്നിടത്ത് നമുക്ക് അതുപോലെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് വിഷമം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ആഗ്രഹം നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തായാലും വിഷമം ഉണ്ടാവും. നമുക്ക് അത് കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പോകും. അല്ലെങ്കിൽ എന്താ പറയാ, ഓക്കെ നമുക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ സംഭവിച്ചില്ല, അപ്പൊ ഇനി കാത്തിരിക്കേണ്ടതില്ല, നമ്മൾ അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കാത്തിരിക്കുമ്പോഴാണ് വിഷമം. ഞാൻ ഈ കേട്ടത് എവിടാന്ന് വെച്ചാല് അരവിന്ദന്റെ അതിഥികളിനകത്തില് ആ ഒരു മൂവിക്കകത്തിലായിരുന്നു ഈ ഒരു കാര്യം. ഞാനും ഇത് തന്നെയായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്, കാത്തിരിപ്പാണ് ആ ഒരു വേദന എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും അതിന് വേണ്ടി ആയിരിക്കില്ല നമ്മൾ കാത്തിരിക്കുന്നത്. ആ ഒരു കാത്തിരിപ്പ് ഒരു ഇന്നാണ് വരുന്നില്ലല്ലോ, എന്താ എന്നെ തേടി വരാത്തത്, അല്ലെങ്കിൽ ആ മൂവി കണ്ടന്റ് വെച്ചിട്ടാണെങ്കിൽ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് പോയത്, എന്നെങ്കിലും അമ്മ തിരിച്ചു വരും എന്നൊരു കാത്തിരിപ്പാണ്. ഇനിയിപ്പോ പ്രണയിനികളാണെങ്കിൽ ഒരു കാരണവും ഇല്ലാതൊക്കെ പറയാതെ പോയിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇനി എന്താ മക്കളെയൊക്കെ കാണാതെ പോയിട്ട് കാത്തിരിക്കുന്ന കുറേയധികം കുടുംബങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാത്തിരിപ്പുകളൊക്കെ ഞാൻ ഈ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചിത്ര പറഞ്ഞ പോലെ, കാത്തിരിക്കുന്ന ഒരു വേദനയല്ലേ നമ്മുടെ പല സന്തോഷങ്ങളിലും. കാരണം എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ റിയാലിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്നൊരു ഫാക്ടർ ഇല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോണ്ടന്റ് വൈസ് ഈ ഒരു ഡയമെൻഷനിൽ ചിന്തിച്ചപ്പോൾ കാത്തിരിപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരൊക്കെ ജീവനോടെ ഉണ്ട്, എവിടെയെങ്കിലും സമാധാനത്തോടെ ഇരിക്കുമായിരിക്കും. ചിലതൊക്കെ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് കേട്ടിട്ടില്ലേ? അത് അറിയാതിരിക്കാൻ അതിൽ വലിയൊരു അത് ഇപ്പം ഞാൻ പറയുന്നത് ശരിയാണെന്നല്ല കേട്ടോ ഞാൻ വാദിക്കുന്നത്. കാരണം നമുക്ക് ഈ കാത്തിരിക്കുന്ന ആ ഒരു പീരീഡിലുണ്ടല്ലോ, നമുക്ക് ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. അതെന്തോ ഒരു കാര്യം ആയിക്കോട്ടെ, ഇതെന്താണ് സംഭവിച്ചതെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം എന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പറഞ്ഞ നമ്മൾ എന്തെങ്കിലും ആൾക്കാരെയാണ് കാത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ആളുകൾ എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് ഇപ്പോഴും വിചാരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അതിപ്പോൾ മക്കളായിക്കോട്ടെ, നമ്മുടെ ഒരു ലവർ ആയിക്കോട്ടെ, നേരത്തെ പിരിഞ്ഞു പോയിട്ടുള്ള എക്സ് വരെ ആയിക്കോട്ടെ, നമുക്കറിയാൻ പറ്റില്ല അവരെ നമ്മളെക്കുറിച്ച് ഇപ്പോഴും എങ്ങനെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇവർക്ക് വേറെ ഇപ്പം നമ്മളെക്കാൾ പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും, അത് റിലേഷൻഷിപ്പിൻ്റെ കേസിലൊക്കെയാണ് വരിക, നമ്മളെക്കാട്ടിലും ഏറെ പ്രിയപ്പെട്ടതായിട്ട് വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. അതായത് നമുക്ക് വേറെ ഒന്നിലേക്കും നമ്മളുടെ ഫോക്കസ് പോവില്ല. അങ്ങനെ കാത്തിരുന്നവർക്ക് മാത്രമേ അതിന് അറിയുള്ളൂ. ഈ ദേവദൂതൻ സിനിമയ്ക്കകത്തില് നിഖിൽ മഹേശ്വറിനെ കാത്തിരിക്കുന്ന അലീന ഇല്ലേ, ഞാൻ ആ മൂവിയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയൊന്നും ആരും കാത്തിരിക്കത്തില്ല. കാരണം പറയാതെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയൊന്നും ആരും കാത്തിരിക്കാനൊന്നും പോകുന്നില്ല. വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ മരിച്ചുപോയ കാമുകിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായി വേറെ വിവാഹം അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്കൊന്നും പോവാത്ത ആൾക്കാർ, ഇനി വേറെ കല്യാണം കഴിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രണയത്തിൽ നിന്ന് പ്രണയം നഷ്ടപ്പെട്ടു പോയ അത്തരം കാത്തിരിപ്പുകൾ അല്ലെങ്കിൽ അത്തരം അവശേഷിപ്പുകളൊന്നും ഉണ്ടാവില്ല. അത് സിനിമകളിൽ മാത്രമേ നടക്കുള്ളൂ, കഥകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച്. പക്ഷെ ചിത്രം കണ്ടിട്ടുണ്ട് ചില പബ്ലിക് ഒപ്പീനിയനകത്തിലൊക്കെ ചിലരെ ജീവിതം പറയുന്ന സമയത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഇല്ല, 50, 40, 60 വയസ്സുള്ള ആൾക്കാർ. എന്തുകൊണ്ടാണ്? എനിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു, അവള് മരിച്ചുപോയി, മരണപ്പെട്ടു പോയത് കൊണ്ട് ആ പ്രണയിനിയുടെ ഓർമ്മകളിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ കല്യാണം കഴിച്ചു പോയത് കൊണ്ട് തന്നെ വേറെ കല്യാണം കഴിക്കാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രണയിനി എവിടെയാണ് പോയതെന്ന് പോലും അറിയാതെ കല്യാണം കഴിക്കാതിരിക്കുന്ന പുരുഷന്മാരെയും കണ്ടിട്ടുണ്ട്.
അപ്പോൾ വിചാരിച്ചു അലീന എന്ന് പറയുന്നത് വെറും ഒരു ക്രിയേറ്റിവിറ്റി അല്ല, നമ്മുടെ ലൈഫിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുള്ളത്. ആ ഒരു ഞാൻ ഇത് ഇവരെ കാണുമ്പോൾ അതിനകത്ത് മോഹൻലാൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം 50-40 വർഷമൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെയല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്. ചിലപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്ഷൻ പലയിടങ്ങളിലും ഉണ്ടായിരിക്കാം, അത് നമ്മൾ തേടിപ്പോയി കഴിഞ്ഞാൽ മനോഹരമായ കുറേ അധികം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം. എന്നിട്ട് പോലും നമ്മുടെ ജീവിതം വേസ്റ്റ് ആക്കിക്കൊണ്ട് എന്തിനായിരിക്കാം ഈ ഒരു കാത്തിരിപ്പ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ അവരുടെ ജീവിതമായതുകൊണ്ടായിരിക്കാം. കാത്തിരിപ്പാണ് ചിലരുടെ ജീവിതം എന്ന് ഇങ്ങനത്തെ ഒരു യഥാർത്ഥ ലൈഫുള്ള കുറേ ആൾക്കാർ സംസാരിക്കുന്ന കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും സിനിമയല്ല, ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നതൊക്കെ തെറ്റാണെന്നൊന്നുമല്ല, അതും അവരുടെ ചോയ്സാണ്. പക്ഷേ എന്നാലും ഒന്നും നഷ്ടപ്പെട്ട് അതിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ, അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ആ ഒരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ബാക്കി സന്തോഷങ്ങളില്ലാന്നൊന്നും അതിനർത്ഥമില്ല, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ അവർ കാത്തിരിക്കുകയാണ്. തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ അവർ മരണപ്പെട്ടു, അല്ലെങ്കിൽ അവർ മറ്റൊരു കല്യാണം കഴിച്ചു എന്നൊക്കെ അറിയുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർ തകർന്നു പോകുമായിരിക്കും. തകർന്നു പോകുമ്പോഴും അവർ ആ ഒരു ഇതിൽ ഫീലിൽ ഇപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്, മറ്റൊരു ലൈഫിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ. അനി അത് മാനസികപരമായിട്ടുള്ള തകർച്ച മൂലമായിരിക്കും, ആ ട്രോമയിൽ പെട്ടുപോയതുകൊണ്ടായിരിക്കും. ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത്രയാണെങ്കിലും ഇപ്പോൾ ചോദിച്ചാൽ പറഞ്ഞത് അതൊരു ട്രോമയാണ്, അന്നുണ്ടായ ആ ഒരു മെന്റൽ ട്രോമയിൽ പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അവർക്ക് മറ്റൊരു ലൈഫ് ചൂസ് ചെയ്യാൻ പറ്റാത്തത് ആയിരിക്കാം. പക്ഷെ അവരുടെ കണ്ണിൽ ഇപ്പോഴും ആ ഒരു പ്രണയം കാണുന്നതും പ്രണയത്തെ കുറ്റം പറയുന്ന പോലും കാണുന്നില്ല ചിത്ര. ഞാൻ ഈ സാധാരണ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എത്രയോ പേര് കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ട്. നീയൊക്കെ പ്രണയിക്കരുത്, ഒറ്റയ്ക്കുള്ള ജീവിതം. ഞാനൊക്കെ ഒരാളെ പ്രണയിച്ച് പണ്ടാരം അടങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഇവരൊക്കെ എന്താ കുറ്റം പറയാത്തതെന്ന് ഞാൻ വിചാരിക്കും. എന്തുകൊണ്ടായിരിക്കാം? ഇവരൊക്കെ എന്താ ഇവരുടെ ലൈഫ് പോയതല്ലേ, 40 വർഷം 50 വർഷമൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, എന്നിട്ട് എന്താ ഇവർ കുറ്റം പറയാത്തത്? അപ്പോൾ പ്രണയത്തിൻ്റെ മറ്റൊരു ഡൈമെൻഷൻ അല്ലേ ഈ കാണുന്നത് എന്നൊക്കെ തോന്നിപ്പോവും. നമ്മൾ ചില കേസസിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാത്തിരിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാരണം കൊണ്ടായിരിക്കാം മേ ബി നമ്മൾ അങ്ങനെ ഇതാക്കണം. അതായത് മനസ്സിലൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ, അല്ലെ കുറ്റബോധം എന്ന് വെച്ചാൽ ഇപ്പം അലീനയുടെ കേസ് ഞാൻ പറയട്ടെ. അലീനയുടെ കേസ് അവരുടെ അച്ഛൻ അത്ര ക്രൂരനായിരുന്നു, ഇങ്ങനെയൊക്കെ കുറെ ദുഷ്ടത്തരം ചെയ്യുന്ന ആൾക്കാരാണ്, ഇങ്ങനത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായത് കൊണ്ട് നമുക്കൊരു കുറ്റബോധവും കൂടി ഉണ്ടാവും. ഓക്കെ, നമ്മുടെ കാരണം കൊണ്ടും കൂടിയാണ് ഇതായത് എന്നുള്ളൊരു ഇത് അവരുടെ ഉള്ളിലും ഉണ്ടാകും. അതുകൊണ്ട് ഇത് എന്താണ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അത് പുറത്തേക്ക് ആരും ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇഷ്ടമില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇഷ്ടത്തോടു കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉള്ളിലുണ്ടാവും. നമ്മളുടെ പോരായ്മ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കുറ്റബോധം പേറിയിട്ട് കാത്തിരിക്കുന്നവരും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ പല ടൈപ്പ് ഓഫ് കാത്തിരിപ്പുകളുണ്ട്. അതൊന്നും എന്താ പറയുക, ഇത് ഇന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നതാണ് കാരണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാത്തിരിപ്പ് അവസാനിക്കുകയാണെങ്കിൽ നമുക്കൊരു ആൻസർ എങ്കിലും കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഒരു പിക്ചറിന് ഒരു ക്ലാരിറ്റി എങ്കിലും കിട്ടി. അല്ലാതെ ക്ലാരിറ്റി ഇല്ലാതെ അതല്ല, പൂർണ്ണത നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാലാണ് ആ പൂർണ്ണത എന്നുള്ള സാധനം വരുള്ളൂ. പക്ഷെ ഇത് ഇന്നതാണ് സംഭവിക്കുക, ഇതിനകത്ത് ഇത്രയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിക്കണം. നമുക്ക് ഇങ്ങനെ ഇതാണ് നമ്മുടെ ലിമിറ്റേഷൻ, ഇത് നമ്മൾ വെച്ച് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് വേണം നമ്മൾ ഓക്കെ ആക്കി വരാൻ. ഇങ്ങനെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഈ ട്രോമയിൽ പെട്ട് കിടന്നിട്ട്. അങ്ങനെ പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത്രയും കൊല്ലങ്ങളോളം നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതും, അല്ലെങ്കിൽ പ്രണയിനി പോയി, പ്രണയിനി ഇപ്പം എവിടെയാണ് എന്നൊന്നും അറിയില്ല കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അവർ ആ മെമ്മറീസിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. പറഞ്ഞ് പഠിക്കാൻ പറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫാണ്, നമ്മൾക്ക് മുന്നോട്ട് പോകണം.
നമ്മളെപ്പോഴും കരഞ്ഞു തൂങ്ങി സന്തോഷിച്ചിരിക്കുക അല്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണ് ഒരു അർത്ഥമുള്ളത്? നമുക്ക് എന്ന് വെച്ച് വേറൊരാളുടെ കൂടെ പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര മുഖ്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ എവിടെ ഇരുന്നാലും, ഞാൻ ഇവിടെ ഇരുന്നാലും എനിക്ക് സമാധാനത്തോടു കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഉള്ളിൽ സമാധാനം തരുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നടക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ കാത്തിരിപ്പോടു കൂടി ഞാനിങ്ങനെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ എന്നെ ഒരാൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ സമാധാനത്തോടു കൂടി നിൽക്കാൻ പറ്റില്ല. അതൊരു കാത്തിരിപ്പാണ്, എനിക്ക് പോകണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാ. പക്ഷെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തളർന്നു പോയിട്ട് അതിനകത്ത് അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കാതെ നമ്മളെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരാൾക്ക് പറ്റണം.